ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ 9ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ വിവിധ തരത്തിലുള്ള ചാർജുകളെ കുറിച്ചും അതിന്റെ കണക്ക് ചെയ്യുന്ന രീതിയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ബിസിനസ്സിലേക്ക് ഒരു ന്യൂ പാർട്ട്ണർ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അഷ്വർ ചെയ്യാണ്. അതായത് നമ്മുടെ സ്ഥാപനം ലാഭത്തിലാണെങ്കിൽ മാത്രമാണ് സാധാരണഗതിയിൽ ലാഭവിഹിതം കൊടുക്കാൻ പറ്റുക. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിന്റെ ലാഭനഷ്ടം ഒന്നും പരിഗണിക്കാതെ തന്നെ ഇൻകമിംഗ് പാർട്ട്ണർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അഷ്വർ ചെയ്യാണ് സം ഓഫ് സെർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, സെർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് അഷ്വേർഡ് ടു ദി ഇൻകമിംഗ് പാർട്ട്ണർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫേംസ് പ്രോഫിറ്റ്. ഈ ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോട്ടിൽ എഴുതി വെക്കുക. എന്നതിന് ശേഷം മാത്രം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കാം, നോക്കിക്കോ. എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. എല്ലാവരും ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. കിരൺ ഈസ് അഡ്മിറ്റഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്. കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. 1/4 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്. എത്രയാണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ 1/4 ആണ്. 4ൽ 1 ഭാഗം. ഓക്കെ, 1/4 ഭാഗം. സബ്ജക്ട് ടു എ മിനിമം ഓഫ് 30,000. മിനിമം 30,000 റുപ്യ അദ്ദേഹത്തിന് കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെ? അതായത് 1/4 ഓഫ് ഷെയർ, ലാഭത്തിന്റെ 1/4 ഓഫ് ഷെയർ 30,000 ഇല്ലെങ്കിൽ നമ്മൾ ആ 30,000 എങ്കിലും കൊടുക്കേണ്ടി വരും. ഇനി 35,000 ഉണ്ടെങ്കിൽ 30,000 എന്തായാലും കൊടുക്കും, ബാക്കിയുള്ള 5,000 ആ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ലാഭം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട ലാഭം 1/4 കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത് 30,000 കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 28,000 റുപ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ 2,000 ഷോർട്ടേജ് അല്ലേ. 30,000 എന്തായാലും ഞങ്ങൾ തരും എന്നുള്ളത് നമ്മൾ അഷ്വർ ചെയ്തിട്ടുണ്ടല്ലോ ആ വരുന്ന പാർട്ട്ണർക്ക്, കിരണിന്. ഓക്കെ, അപ്പോ ആ 2,000 കൂടെ ആരെടുത്ത് കൊടുക്കേണ്ടി വരും? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ ലാഭവിഹിതത്തിന് എടുത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30,000 നമ്മൾ അഷ്വർ ചെയ്യുന്നു. 28,000 ആണ് അദ്ദേഹത്തിന്റെ 1/4 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ 2,000 ഷോർട്ടേജ് ഉണ്ട്. ഈ 2,000 എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവർ രണ്ടാളും എടുത്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ? ഇനി നോക്കാം. കിരൺസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫാൾസ് ഷോർട്ട് 30,000. ആസ് പെർ ദിസ് അഷുറൻസ് ഹി വിൽ ബി ഗിവൺ ദി ഗ്യാരണ്ടീഡ് മിനിമം ഓഫ് 30,000. അതായത് 1/4 എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ സംഗതി തന്നെ, വീണ്ടും ഞാൻ അത് അങ്ങനെ ആവർത്തിക്കുന്നില്ല. ഓക്കെ, in other words, his profit is guaranteed for a specified amount. However, if his share of profit is more than the guaranteed amount, he is entitled to get his actual share of profit. അതായത് 30,000 കൂടുതലാണ് ഇദ്ദേഹത്തിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വരുന്നതെന്ന് വിചാരിക്കാം. അതായത് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിന്റെ 1/4 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ കിരണിന് കിട്ടുന്നത് ഒരു 35,000 ആണെന്ന് വിചാരിക്കാം. അപ്പം 35,000 തന്നെ കൊടുക്കും. അതിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് മിനിമം ആ 30,000 എങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിന് അഷ്വർ കൊടുക്കുന്നത്, ഉറപ്പ് കൊടുക്കുന്നത്. ക്ലിയർ? അതാണ്. ഇനി ശരിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നിങ്ങൾ അത് കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയെടുക്കുക. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലോ. MNO ആർ പാർട്ട്നേഴ്സ്. ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉള്ളത്. MNO. ഓക്കെ, ദേ അഡ്മിറ്റ് പി ആസ് എ ന്യൂ പാർട്ട്ണർ. പി എന്ന് പറയുന്ന പുതിയ വ്യക്തിയാണ് ബിസിനസ്സിലേക്ക് 4ാമതായിട്ട് കടന്നു വരുന്നത്. വിത്ത് എ ഗ്യാരണ്ടീഡ് ദാറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10,000 പെർ ആനം. 10,000 കുറയാത്ത ഒരു പ്രോഫിറ്റിന്റെ പോർഷൻ നിങ്ങൾക്ക് വർഷത്തേക്ക് ഞങ്ങൾ എന്തായാലും തരും എന്ന് പിയോട് പറയാണ്, എമ്മും എന്നും ഓയും ചേർന്നിട്ട്. ഓക്കെ, ഇവരുടെ പ്രപ്പോർഷൻ ഓഫ് പ്രോഫിറ്റും ഇവിടെ പറയുന്നുണ്ട് 4:3:2. 4:3:3:2. 4 ആളുണ്ടല്ലോ, പി ഉൾപ്പെടെ. അപ്പോൾ 4:3:3:2. ദി ആക്ച്വൽ പ്രോഫിറ്റ് ഓഫ് ദി ഇയർ 2021 വേർ 48,000. കറക്റ്റ് പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടേ? എത്രയാ? 48,000. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഷോയിങ് ദി ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ 2021. നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിക്കുന്നൊക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ 48,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് കൃത്യമായിട്ട് 4:3:3:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 നിർബന്ധമായിട്ടും പി എന്ന് പറയുന്ന ന്യൂ പാർട്ട്ണർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും എന്ന് അഷ്വർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും.
ഓക്കെ, അപ്പൊ പിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 48,000 ആണ് പ്രോഫിറ്റ്. ഓക്കെ, 4:3:3:2 ആണ്. അപ്പോ ഇതാണ് എന്ത് പി എന്ന് പറയുന്ന ആളുടെ റേഷ്യോ. അപ്പൊ 2/12 അല്ലേ, 4, 3, 7, 10, 12. ഇതായിരിക്കും പിയുടെ റേഷ്യോ. അപ്പൊ 48,000ന്റെ 2/12 എടുത്തു കഴിഞ്ഞാൽ മിനിമം 10,000 എങ്കിലും വേണം. 10,000 കുറവാണെങ്കിൽ ആ കുറഞ്ഞിട്ടുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും ആസ് പെർ അവർ അഷുറൻസ്, നമ്മുടെ ഉറപ്പിന്റെ മേലിൽ. ഓക്കെ, അപ്പൊ 48,000 ഇൻറ്റു 2/12, 48, 96,000 ഡിവൈഡ് ബൈ 12. എത്ര ആൻസർ കിട്ടുക? ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുക 8,000 എന്നാണ്. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ 10,000 എന്തായാലും തരാം എന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട്? പിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടേജ് എത്രയാണ് വരുന്നത്? 2,000 ആണ് വരുന്നത്. അപ്പൊ ഈ 2,000 എമ്മും എന്നും ഓയും കൂടെ ചേർന്നിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ഈ 48,000 ഓരോരുത്തർക്കും എത്ര ഉണ്ട് എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ 48,000 4/12 ആയിരിക്കും ആർക്ക്? എമ്മിൻ്റെത്. 48,000 16,000 ആയിരിക്കും എമ്മിൻ്റെത്. 48,000 12,000 എന്നിനാണ്, അതിൽ 12,000 ഓയ്ക്കാണ്. ബാക്കിയുള്ള പൈസ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമുക്ക് 2,000 രൂപയും കൂടി ഇനി ആർക്ക് കൊടുക്കാനുണ്ട്? പിക്ക് കൊടുക്കാനുണ്ട്. ഈ 2,000 ആരൊക്കെ ചേർന്ന് കൊടുക്കേണ്ടി വരും? ഇയാളും ചേർന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഇത്ര ഉണ്ടാവില്ലല്ലോ ഓരോരുത്തർക്കും. നോർമലി ഉള്ള റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റിന്റെ പോർഷൻ ആണ് ഈ പറയുന്നത്. ഇനി എന്ത് ചെയ്യണോ? ഓരോ ആൾക്കാരെടുത്ത് ഒരു നിശ്ചിത പോർഷൻ എടുക്കേണ്ടി വരും. ആ 2,000 അങ്ങനെ തകച്ചിട്ട് ആർക്ക് കൊടുക്കേണ്ടി വരും? പിക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ശരി, നമുക്കിവിടെ എമ്മിന്റെ കേസ് എടുത്ത് നോക്കാം. എം എത്രയാണ് പിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതെന്ന് നോക്കാം. അപ്പൊ എമ്മിന്റെ ആകെയുള്ള പ്രോഫിറ്റിന്റെ പോർഷൻ എത്രയാണെന്നുള്ള നമുക്ക് ആൻസർ കിട്ടിയല്ലോ. മൊത്തം പ്രോഫിറ്റിന് 48,000 4/12 16,000 എമ്മിന് ഔദ്യോഗികമായിട്ടുണ്ട്. പക്ഷെ ഇത്ര പൈസ അവർ എടുക്കാൻ ഉണ്ടാവില്ല. കാരണം എന്താ? 2,000 രൂപ നമ്മൾ പിക്ക് കൊടുക്കാനുണ്ട്. അതില് ഇയാളുടെ റേഷ്യോ അനുസരിച്ച് ഇയാൾ എത്ര കൊടുക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോ ആ റേഷ്യോ നമ്മൾ പറഞ്ഞല്ലോ, പിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 4:3:3 എന്നാണ് എന്ത് വരിക? റേഷ്യോ വരിക. അപ്പോ 4, 3, 3, 10. 10ൽ 4. മനസ്സിലായിക്കോ? ഇവിടെ 2,000 അല്ലേ നമ്മൾ കൊടുക്കാനുള്ളത് പിക്ക്. അങ്ങനെ കൊടുക്കാനുള്ള 2,000ൽ പിനെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4/10 ആണ്. ഓക്കെ, അപ്പൊ 4/10 പ്രകാരം ഇയാള് ഒരു പൈസ കൊടുക്കാനുണ്ടാവും. അത്രയും പൈസ ഇയാൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പൈസയിൽ നിന്ന് ആ പൈസയും കഴിച്ചിട്ടാണ് പിന്നെ ഇയാൾക്ക് എന്തുണ്ടാവുള്ളൂ? പ്രോഫിറ്റിന്റെ പോർഷൻ ഉണ്ടാവുള്ളൂ. ക്ലിയർ? നോക്കിക്കോ, ഇത് എത്ര ഉണ്ടാകുക? 24 800 എന്നാണ് ഉണ്ടാകുക. അപ്പോ 16,000 800 രൂപ എം പിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എത്രയാ? 15,200. പറഞ്ഞ മനസ്സിലാക്കാം. അപ്പോൾ 800 രൂപ ആരുടെ നിന്ന് കിട്ടി? എം കൊടുക്കേണ്ടത് 800. ഇനി എന് കൊടുക്കേണ്ടതുണ്ട് അല്ലെ? എന് കൊടുക്കണം. അപ്പൊ എന്നിന്റെ മെയിൻ എത്ര കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാം. 48,000 ഇൻറ്റു 3/12, അത് 12,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ 12,000 ആണ് എന്നിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രോഫിറ്റ്. ഇനി എന്ത് ചെയ്യണോ? 2,000 ഉറുപ്യ കൊടുക്കാനുള്ളതിൽ ഇയാൾ എത്ര കൊടുക്കണം നോക്കണം. അപ്പോൾ 3/12 ഉണ്ടാവില്ല, 3/10 ആണ് ഉണ്ടാവുക. കാരണം പിനെ ഒഴിവാക്കിയിട്ടുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. 10 എത്രയാ? 6,000/10 600 ആണ് വരിക. 600. അപ്പോ 12,000 600 കഴിച്ചിട്ട് ബാക്കി 11,400. അപ്പോ എന്ന് പിക്ക് എത്ര കൊടുക്കണോ? 600 കൊടുക്കണം. എന്ന് അല്ലെ? 8, 6, 14 1,400. ഇനി 600 രൂപയോടെ ഉണ്ട്. ആ 600 കൊടുക്കേണ്ട ആരായിരിക്കും? ഓ ആയിരിക്കും. ഓക്കെ, ഓന്റെ ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് തൽക്കാലം മയക്കാണ് കേട്ടോ. മുകളിൽ മയക്കാം. ഓൻ്റെത് 48,000 ഇൻറ്റു എത്രയാനു? 3/12 ആണ് അദ്ദേഹത്തിന് ശരിക്കും കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അത് എത്ര തന്നെ വരൂ? 12,000 എന്ന് തന്നെ വരും, നേരത്തെ പോലെ. ഇനി എന്ത് ചെയ്യണോ? ഈ 2,000 കൊടുക്കാനുള്ളതിൽ ഇയാൾ എത്ര കൊടുക്കണോ? 3/10 ഭാഗം. ഈ 10 എന്നായത് എന്തുകൊണ്ടാന്ന് മനസ്സിലായിനോ?
പിക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ പിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഉള്ള റേഷ്യോ 4:3:3 വരിക. അപ്പോ 3/10 ആണ് ആരുടേത് വരിക, ഓൻ്റെത് വരിക. അപ്പൊ ഇത് എത്ര ഉണ്ടാവും, 6,600 തന്നെ ഉണ്ടാവുക. അപ്പൊ 12,000 600 കഴിച്ചിട്ട് 11,400 ആർക്കും ഉണ്ടാവും, ഓയ്ക്കും ഉണ്ടാവുള്ളൂ. 600 റുപ്യ ആര് കൊടുക്കണം, ഓ പിക്ക് കൊടുക്കണം. ഓ 600 എത്രയായി, 2,000 ആയില്ലേ, 6 12 8 20. ഇങ്ങനെയാണ് എന്തുണ്ട് ഈ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി എമൗണ്ട് നമ്മൾ ആദ്യമേ പറയുകയും അങ്ങനെ കാൽക്കുലേഷൻ നടത്തി നോക്കിയപ്പോൾ ആ പറഞ്ഞ ഗ്യാരണ്ടി എമൗണ്ടിൽ എത്താതിരിക്കുകയും സ്വാഭാവികമായിട്ടും ആ ഷോർട്ടേജുള്ള എമൗണ്ട് ബാക്കിയുള്ള ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എമ്മും എന്നും ഓയും ചേർന്നിട്ട് അവരുടെ ഓൾഡ് റേഷ്യോ പ്രകാരം അദ്ദേഹത്തിന് കൊടുക്കുകയും വേണ്ടി വരും. ഇതാണ് സംഭവം. ഇത് നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.